നിങ്ങളെ വായിൽ ക്യാപ്പുണ്ടോ? അതെ, ക്രൗൺ ഉണ്ടോ? ക്രൗൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ക്രൗൺ ഇടുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പല്ലിൻ്റെ രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ക്രൗൺ ഇടാൻ വേണ്ടിയിട്ട് പല്ലിന് ചില ഭാഗങ്ങൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് റിമൂവ് ചെയ്യും. അങ്ങനെ പല്ലിൻ്റെ സ്ട്രക്ചർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതും എപ്പോഴാണ് നമ്മൾ ക്രൗൺ ഇടേണ്ടി വരിക? റൂട്ട് കനാലൊക്കെ കഴിയുമ്പോഴാണ്. പല്ല് റൂട്ട് കനാൽ കഴിയുമ്പോൾ ബ്രിട്ടിലായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല്ല് ക്രൗൺ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് ബലമുള്ള നമ്മളുടെ പല്ലുകൾക്ക് കടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കടിക്കാറുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ബിയർ ബോട്ടിൽ കടിക്കും, പിന്നെ വെറുതെ മെറ്റൽ സാധനങ്ങൾ വായിലിട്ട് കടിച്ച് പൊട്ടിക്കും. ഇനി മുന്നിലെ പല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കത്രികയുടെ എല്ലാവിധ പരിപാടികളും ആ പല്ലുകൾ കൊണ്ട് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഇനി എല്ല് കടിക്കുമ്പോഴും ആ ഒരു പല്ലിൽ ഫോക്കസ് ചെയ്തിട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അത് ക്യാപ്പ് മാത്രമല്ല, പല്ലടക്കം പൊട്ടിപ്പോരും. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇനി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കണം? എങ്ങനെയാണ് പല്ല് തേക്കുക? നിങ്ങൾ പണ്ടത്തെ പോലെയുള്ള പല്ല് തേപ്പൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് പല്ല് കേട് വന്നതും ക്യാപ്പിടേണ്ട കണ്ടീഷനിലേക്കൊക്കെ പോയത്. അതുകൊണ്ട് ബ്രഷിംഗ് രീതി എന്താണെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റ് കൃത്യമായി പറഞ്ഞു തരുന്നത് ഫോളോ ചെയ്യാം. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ക്യാപ്പിന് സംഭവിക്കാം. ക്യാപ്പിൻ്റെ അറ്റഭാഗങ്ങൾ, അതായത് മോണയോട് ചേർത്തിട്ടാണ് നമ്മൾ ക്യാപ്പ് ഇടുക. ആ ഭാഗങ്ങളിൽ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ മോണ ഇറങ്ങി പോകാനും ക്യാപ്പിൻ്റെ മോണയും തമ്മിലുള്ള ആ കണക്ഷൻ വിട്ടുപോയിട്ട് അവിടെ ഫുഡ് കുടുങ്ങാനും വീണ്ടും പല്ലിന് കേടുവരാനും ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി ഈ ക്യാപ്പിന് നമ്മളുടെ മോണയിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർലി എല്ലാ ദിവസവും തന്നെ ബ്രഷിങ്ങിന് ശേഷം ക്യാപ്പുള്ള മോണ ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മോണ ഒഴിയാം? നമ്മൾക്ക് ഇത് നിങ്ങൾക്ക് കാണാം, ക്യാപ്പിട്ട ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഈ മോണ എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക? നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പല്ലിൻ്റെ ഉൾഭാഗത്തേക്കും പുറം ഭാഗത്തേക്കും കീപ്പ് ചെയ്ത് പല്ലിനോട് ചേർത്ത് മോണ ഒഴിഞ്ഞു കൊടുക്കുക. ചെറിയൊരു ഫോഴ്സിൽ വേണം ഒഴിയാൻ, പക്ഷെ ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ക്യാപ്പ് പറിച്ചെടുക്കരുത്. പതുക്കെ തന്നെ ഒഴിഞ്ഞു കൊടുക്കുക. എന്നും അത് ചെയ്യുക. പിന്നെ ഭക്ഷണം കുടുങ്ങുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഫുഡ് കുടുങ്ങാതിരിക്കാനും ഹെൽപ്പ് ആവും. പിന്നെ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പല്ലുകൾക്ക് എത്രയും പെട്ടെന്ന് കേട് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ കാരണം ക്യാപ്പ് ഇട്ടതിന് ശേഷമുള്ള ഗം ഹെൽത്ത്, മോണയുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. അപ്പം മോണയിൽ ഫുഡ് കൊടുക്കുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തണം. ഡെന്റിസ്റ്റ് പറയുന്ന പോലെ ഗം മസാജസ് റിപ്പീറ്റ് ചെയ്യണം, മെഡിസിൻസ് യൂസ് ചെയ്യണം. അവിടെ നിന്ന് ക്ലീനിങ് പ്രൊസീജിയറൊക്കെ ചെയ്തു തരും. അതിനുശേഷം ഇനി അഡ്ജസ്റ്റൻറ്റ് പല്ലിന് കേടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് അടയ്ക്കുകയും വേണം. ഫുഡ് കൊടുക്കുന്ന കണ്ടീഷൻസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ.